അപ്പോൾ എല്ലാവർക്കും ഹത്ത വില്ലയിലേക്ക് സ്വാഗതം. ഇത് ദുബായ് ഒമാൻ ബോർഡറിൽ, ദുബായിൽ നിന്ന് ഏകദേശം ഒരു 110 കിലോമീറ്ററിലധികം ഉള്ളിലോട്ട് വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നൊരു സ്ഥലമാണ്. മൊത്തം കുന്നുകളും മലകളും മാത്രമുള്ളൊരു സ്ഥലമാണ്. ചെടികളും കൃഷിയും കാര്യങ്ങളൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. ഇത് ഹത്ത വില്ലേജ് എന്നതിനെ പറയാം. ഒരു വില്ലേജ്, നമ്മളെ ഗ്രാമം പോലെയുള്ളൊരു സ്ഥലം. ഇത് അത്രയും ഭംഗിയാണ് കാണാൻ, ഫുൾ പച്ചപ്പായിട്ടുള്ളൊരു സ്ഥലമാണ് കാണാൻ. അപ്പോൾ നമുക്ക് നേരെ ഹത്തേൻ്റെ കാഴ്ചകളിലേക്ക് പോകാം. അത്രയും ഭംഗിയുള്ളൊരു സ്ഥലം ഇത്. ഒരുപാട് കാണാനുണ്ട്. ഒരു വീഡിയോയിൽ 2 വീഡിയോയിലൊന്നും ഇതൊതുങ്ങില്ല. ഒരുപാട് കാണാനുണ്ട് ഈ ഹത്താവറ സ്ഥലം. ഹത്തയിൽ ഡാമുണ്ട്, ഹെറിറ്റേജ് ഉണ്ട്, ഒരുപാട് സ്ഥലങ്ങളുണ്ട്, കൃഷിയുണ്ട്. എടുക്കുന്ന വാഴ കണ്ട, നമ്മളെ നാട്ടിലത്തെ പോലെ പൊലച്ച് തൂണൊക്കെ കൊടുത്ത് വാഴ സെറ്റാക്കി കണ്ട. മൊത്തത്തിൽ വാഴയും കൃഷികളൊക്കെയാണ് ഇവിടെ. ഇത് മൊത്തം വാഴ കൃഷിയാണ്. വാഴ ഈന്തപ്പഴന് മാത്രമാണ് ഇതിനുള്ളിലുള്ളത്. അഗ്രികൾച്ചറൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ, ദുബായ് മുനിസിപ്പാലിറ്റിൻ്റെ ഒരു ബോർഡ് കൂടെ അവിടെ കാണാം. ഉണ്ടോ, എവിടെ നോക്കിയാലും പച്ചപ്പ് മാത്രമേ ഉള്ളൂ. നമ്മളെ നാട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മാറിപ്പോയി. ഇവിടെ എല്ലാം ഈ പച്ചപ്പ് കാണാനുള്ളത്. മരുഭൂമിയിൽ ഇങ്ങനെയുള്ളൊരു സ്ഥലം നമ്മൾ കാണാമെന്ന് പറഞ്ഞാൽ അത്ഭുതമാകും. വഴി പോലും മറന്നുപോയി, അത്രയും ഏരിയ ഉണ്ട് ഇത് കിടക്കുന്നത്. ഇനി ഫുൾ കുന്നുകളാണ്. അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് മൊത്തം കുന്നും മലയും മാത്രമാണ് കാണാൻ. എന്താ മാവ് കണ്ട, നല്ല മാവ്, തടമൊക്കെ കുത്തി മാവ് ഇങ്ങനെ വെച്ച് പിടിപ്പിച്ചിട്ടുള്ളത്. ഒരുപാട് ഡെവലപ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഏരിയ ഇത്. ഒമാൻ്റെ ബോർഡറായി. ഇവിടുന്ന് അപ്പുറം കടന്നു കഴിഞ്ഞാൽ ഒമാനായി. ഫുള്ള് വാഴ, ഇവിടെ വാഴ കൃഷി. നമ്മളെ നാട്ടിലെ വാഴ വെച്ച പോലെ വാഴ കൃഷിയുടെ സ്ഥലമുണ്ട്. മരങ്ങൾ നിറയെ കാണാൻ അടിപൊളിയാണ്. അനാറിൻ്റെ വലിയ മരങ്ങളൊക്കെ ഉണ്ട്. കാഴ്ചവെക്കുന്ന മരങ്ങളുണ്ട് അനാറിൻ്റെ. കണ്ടോ, പൊട്ടി പക്ഷികളൊക്കെ. ഇതിങ്ങനെ ആക്കിയെടുക്കുക എന്നുള്ളത് എത്ര ശ്രമകരമായ ഒരു ജോലിയാണെന്നുള്ളത് കൂടെ നമ്മൾ ചിന്തിക്കണം. ഒരു മരുഭൂമിയാണ്. മരുഭൂമിയത്. ഈ മരുഭൂമിനെ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ എത്ര ബുദ്ധിമുട്ടുണ്ട്. നമ്മളെ നാട്ടിൽ നല്ലൊരു സ്ഥലം ഉണ്ടായാലും നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഇവിടെ കൃഷിയും കാര്യങ്ങളും നല്ല മണ്ണെണ്ണ മോട്ടർ അടിക്കുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട്. അവിടെ മോട്ടർ വെച്ച് ഇതിനൊക്കെ വെള്ളമടിക്കുന്ന സൗണ്ട് കേൾക്കുന്നത്. ഇതൊക്കെ നമ്മളെ കൂടെ വന്ന ആൾക്കാരാണ് കേട്ടോ. പുളിമരാന്ന് തോന്നുന്നു, പുളിമരമാണെന്ന് തോന്നുന്നു. കാണും, അത്രയും വലിയൊരു മരം ഇത്. ഇതൊക്കെ വെള്ളമൊക്കെ നിറച്ച് മീനൊക്കെ ഇട്ടിട്ടുള്ളൊരു സ്ഥലമാണ് ഇത്. നിറച്ച് മീനുകളുണ്ട് ഇതിൽ. اسمع سلم شو يقول له؟ شو سلم يقول له حق خلود؟ شو يقول له؟ يقول له ഇത് മലേൻ്റെ മുകളിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളമെന്നാണ് പറയുന്നത്.
ഇമാം ഹൗസ് എന്ന് എഴുതിയിട്ടുള്ളത് ഇമാമിൻ്റെ വീടാണെന്നാണ് തോന്നുന്നത് ഇവിടുത്തെ. പണി നടന്നുകൊണ്ടിരിക്കുന്നത് മണ്ണൊക്കെ ഉപയോഗിച്ചിട്ടാണ്, സിമെൻ്റ് ഒന്നല്ല കേട്ടോ, മണ്ണൊക്കെ ഉപയോഗിച്ചിട്ട് കെട്ടുന്നതാണ്. അതായത് ഉണ്ട് അവർ അടാറ് പുളിമരാണ് ഈ കാണുന്നത്. എത്രക്കുണ്ട് കണ്ടോ, അത് മരുഭൂമിയിലാണ്. എന്താ തണുപ്പറ ഇവിടെ, നല്ല കാറ്റ്, പക്ഷികൾ, ഒരു വെറൈറ്റി തന്നെയാണ് കാണാൻ. ഇത് കുട്ടികളെ പാർക്കുകൾ, ചെടികളൊക്കെ ഉണ്ട് ഇവിടെ. കണ്ടോ എന്ത് ചെടിയാണെന്നറിയില്ല, പക്ഷികളൊക്കെ കാണാം. മലകൾ തുടങ്ങുന്ന ഒരു ഏരിയ ആണ്, ഫുൾ മലകളാണ്. ആ കാണുന്നതെല്ലാം അങ്ങോട്ട് മലയാണ്, മലയും അങ്ങനെയുള്ള സ്ഥലങ്ങളാണ്. ഹിൽ ടോപ്പ് അത്. ഇതൊക്കെ മല വെട്ടി ഉണ്ടാക്കിയ സ്ഥലങ്ങളാണ് കേട്ടോ. റോഡ്, ഈ റോഡെല്ലാം മലേൻ്റെ ഇടയിൽ കൂടി വെട്ടി വെട്ടി ഉണ്ടാക്കിയ ഒരു സ്ഥലമാണ്. അൽസേറ റെസ്റ്റ് ഏരിയ, നമുക്ക് വിശ്രമിക്കാനുള്ള ഒരു സ്ഥലം ഇത്. വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന അണ്ടർ കൺസ്ട്രക്ഷൻ ബോർഡ് വെച്ചിട്ടുണ്ട് ഇവിടെ. ഇതൊക്കെ ഹോട്ടലുകളാണ് മുകളിൽ. നല്ല കടലാസ് പോലെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇവിടെ. നമ്മളെ നടപ്പാതന്നെ രണ്ട് സൈഡിലും, ഒരു സൈഡിൽ ഇരിക്കാനുള്ള സ്ഥലം, ഒരു സൈഡിൽ ചെടികൾ, മരങ്ങൾ. ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് മൊത്തം മലയാട്ടോ. കാണുന്നതെല്ലാം മലകളാണ്, കണ്ണെത്താ ദൂരത്തേക്ക് നോക്കിയ മലകളാണ്. ഇവയിൽ ഇത്രയും സ്ഥലം ഇനി ബാക്കിയുണ്ടോന്നില്ല സംശയം. ഇതൊക്കെ കാഴ്ചകൾ കാണാൻ വേണ്ടി ആൾക്കാർക്ക് പേടി ചെയ്തിട്ടുള്ളതാണെന്നാണ് തോന്നുന്നത്. വണ്ടി ഇതിലേക്ക് കയറി കഴിഞ്ഞാൽ അവർ കൊണ്ടുപോകുന്നതാണ് തോന്നുന്നത്. ആൾക്കാരൊക്കെ ഫുള്ള് കറക്കി കാണിച്ചു കൊടുക്കാൻ വേണ്ടി ഇതിലേക്ക് കൊണ്ടുപോകുന്നതാണ് തോന്നുന്നത്.